അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നദാനി അക്വാവേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ക്രൈ ഫിഷുകൾക്ക് നമ്മളിവിടെ കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫുഡ് ക്രൈ ഫിഷുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. ഫുഡിൻ്റെ ചിലവ് ഒരു വലിയ ചിലവ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ക്രൈ ഫിഷുകളൊക്കെ വളർത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുട്ടികളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ സെയിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുട്ടികൾ എടുക്കുന്നവർ ചിലപ്പോൾ തീറ്റയൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് തീറ്റ എടുത്തിട്ട് റീറ്റെയിലായിട്ടൊരു ചെറിയ മാർജിൻ ഇട്ട് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തീറ്റയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീറ്റകളെ കുറിച്ചിട്ടുള്ള വിശേഷമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കട്ടെ. ഈ കാണുന്ന പൗഡർ രൂപത്തിലുള്ള തീറ്റകളാണ് നമ്മൾ ഒരു ക്രൈ ഫിഷിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിരിഞ്ഞിറങ്ങിയ കുട്ടിക്ക് അത് നമുക്ക് സെയിലാവുന്ന സൈസ് വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പൗഡർ രൂപത്തിലുള്ള പെല്ലറ്റാണ്. വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണു പോകുന്ന തരി രൂപത്തിലുള്ള പെല്ലറ്റ് ആയതുകൊണ്ട് വെള്ളം കലങ്ങാനുള്ള സാധ്യതകളൊന്നും ഇല്ല കേട്ടോ. പിന്നീട് അതിനുശേഷം വലിപ്പമാകുന്ന ക്രൈ ഫിഷുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് താണു പോകുന്ന ഇതുമാതിരിയുള്ള പെല്ലറ്റ് ഫുഡാണ്. അപ്പോൾ രണ്ടും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പൗഡർ പെല്ലറ്റിനാണ് കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ 50 ഗ്രാമോ 100 ഗ്രാമോ അര കിലോയോ 1 കിലോയോ 250 ഗ്രാമോ എല്ലാം നിങ്ങളുടെ ആവശ്യപ്രകാരം നമ്മളിതുപോലെ പാക്ക് ചെയ്ത് കൊറിയർ അയച്ച് തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. അത്യാവശ്യം നമ്മളിവിടെ കൊടുത്തു തുടങ്ങിയതിന് ശേഷം നല്ല റിസൾട്ടുള്ള തീറ്റ തന്നെയാണ്. തീറ്റകളെല്ലാം തന്നെ നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ ഫീഡ് കൊടുക്കാതിരിക്കുക, വാട്ടർ പ്ലാന്റുകൾ കൂടുതലായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈയോടെ അതിൽ നിന്ന് ക്ലീൻ ആക്കാനും ശ്രമിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റയുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ക്രൈ ഫിഷുകൾക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്ന തീറ്റകളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടി കാണുമല്ലോ. അപ്പോൾ ആ തീറ്റ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.